പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നെഹമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, യെരൂശലേം നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ച് ഓരോരുത്തരെ താൻ താൻ്റെ കാവൽ സ്ഥലത്തും താൻ താൻ്റെ വീടിന് നേരെയുമായി നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വചനഭാഗവും ഒരു അധ്യായം കൂടിയാണ്. മതിൽപ്പണി തീർത്ത് കഥകൾ വയ്ക്കുകയും വാതിൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും ഒക്കെ നിയമിക്കുകയും ചെയ്ത ശേഷമായിട്ട് നെഹമ്യാവ് തൻ ജനത്തോട് പറയുന്നൊരു ഭാഗമാണ്. ഇവിടെ നമുക്ക് കാണുന്നത് യെരൂശലേം നിവാസിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ച് ഓരോരുത്തരും താന്താൻ്റെ കാവൽ സ്ഥലത്തും താന്താൻ്റെ വീടിന് നേരെയുമായി നിർത്തിക്കൊള്ളും. അപ്പോൾ താന്താൻ്റെ വീടിന് നേരെയുമായി നിർത്തിക്കൊള്ളണം. അപ്പോൾ ശത്രുവിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തുണ്ടാവും? താന്താൻ്റെ വീടിൻ്റെ നേരെ എന്ത് ചെയ്തോണം? കാവൽ നിൽക്കണം. എന്നെ വളരെ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനത്തിൽ എന്നെ ധൈര്യപ്പെടുത്തിയൊരു വചനമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. താൻ്റെ വീടിന് നേരെ എന്ത് ചെയ്യണം? ഒരു കാവലിനെ നിർത്തണം. ആര് നിൽക്കണം? നാം തന്നെ നിൽക്കണം. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ വീടിൻ്റെ നേരെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള കാവൽ, വീടിൻ്റെ ഭവനത്തിൻ്റെ സുരക്ഷ കാവലെന്ന് പറയുന്ന ആരാണ്? ദൈവത്തിൻ്റെ മക്കളെ നാം ഓരോരുത്തരുമാണ്. നാം ഓരോരുത്തരും കാവൽ എങ്ങനെ നിൽക്കണം? പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവ വചനത്തിൻ്റെ ഉള്ള ധൈര്യത്തോടും ഉറപ്പോടും ദൈവവചനം പറഞ്ഞുകൊണ്ടും അതിന് നമ്മൾ കാവൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഭവനത്തിൽ ഉള്ളവർക്ക് നാം കാവൽ നിൽക്കണം. മറ്റാരുമല്ല അതിന് കാവൽ നിൽക്കേണ്ടത്. നാമാണ് നമ്മുടെ ഭവനത്തിൻ്റെ കാവൽ. എത്ര പേര് എന്ന് പ്രഭാതത്തിൽ അതേ വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ നമുക്ക് അതാണ് അതെ കാണുവാൻ, എവ്രി വൺ ഹിസ് വാച്ച് ആൻഡ് എവ്രി വൺ ടു ബി ഓവർ എഗ്നിസ്റ്റ് ഹിസ് ഹൗസ്. എല്ലാം എന്ത് ചെയ്യുന്നുണ്ടോ? അവരുടെ വീടുകൾക്ക്, ഓരോരുത്തരുടെയും വീടുകൾക്ക് എന്ത് ചെയ്യണം? അവർ കാവൽ അതെ നിൽക്കണം. ഇന്ന് പ്രഭാത വേളയിലും നമ്മുടെ വീടിന് നമ്മൾ കാവൽ നിൽക്കണം. നെഹമ്യാവ് അവരോട് പറഞ്ഞു, ശത്രു ഏത് നിമിഷവും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഏത് നിമിഷവും അതേ പൊരുതുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന് കാവൽ നിൽക്കണം. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ നമുക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചൊരു തീരുമാനം കൈക്കൊള്ളാം. എൻ്റെ ഭവനത്തിൻ്റെ കാവൽ ഞാനായിരിക്കട്ടെ. എൻ്റെ കൂടാരത്തിൻ്റെ ചുറ്റുമുള്ള അതേ കാവൽ നിൽക്കുന്നത്, പ്രാർത്ഥനയോടെ കാവൽ നിൽക്കേണ്ട വ്യക്തി ഞാനാണ്. അങ്ങനെയാകുമ്പോൾ ഭവനത്തെ ദൈവം പരിപാലിക്കും. ഭവനത്തെ അംഗങ്ങളെ ദൈവം സൂക്ഷിക്കും. ജയകരമായിട്ട് കർത്താവ് നടത്തും. ഈ പ്രഭാതത്തിൽ ഭവനത്തിൻ്റെ കാവൽ ആരാണ്? നാം ഓരോരുത്തരും. അങ്ങനെ കാവൽ നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിനാട് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തീകരിക്കണം, കൃപയാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.